Okay, welcome back. Final accounts in the next video ആണ്. So ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക പ്രിലിമിനറി എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ വന്ന എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് ഡിബെഞ്ചർ, ഷെയർ ഇഷ്യൂ എക്സ്പെൻസ്, ഈ മൂന്ന് ഐറ്റം മിസ്ലേനിയസ് എക്സ്പെൻസസ് എന്ന് പറയാം. ഈ മൂന്ന് ഐറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ മൂന്ന് ഐറ്റവും നമുക്ക് കാണാൻ പറ്റുക ട്രയൽ ബാലൻസിനകത്തായിരിക്കും. പ്രിലിമിനറി ഇപ്പം ഞാൻ ഇത് മാത്രം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും, ബാക്കിയെല്ലാം സെയിം ആണ്, ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, സോ ഞാൻ പ്രിലിമിനറി എക്സ്പെൻസ് എടുക്കുവാണ്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് ₹10,000 നിങ്ങൾക്ക് ട്രയൽ ബാലൻസിലാണ് കാണാൻ പറ്റുക. പ്രിലിമിനറി എക്സ്പെൻസ് 10,000. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡിൽ ചിലപ്പോൾ ഉണ്ടാവാം. അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് നമ്മളോട് പറയും പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് 10%. ഓക്കെ, സോ പ്രിലിമിനറി എക്സ്പെൻസ് ട്രയൽ ബാലൻസിലും തരും, റിട്ടേൺ ഓഫ് ചെയ്യുന്ന പെർസെൻറ്റേജ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലും തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 10,000 × 10% കാണും 1000. ഓക്കെ, അതല്ലേ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ എക്സ്പെൻസിനകത്തു നിന്നാണ് അതർ എക്സ്പെൻസിനകത്ത് നമ്മൾ കാണിക്കണം പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, കൂടാണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് നോൺ കറണ്ട് അസറ്റിൽ നമ്മൾ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടല്ലോ, ട്രയൽ ബാലൻസ് തന്ന 10,000 അതും എഴുതും. അതിൽ നീ റൈറ്റ് ഓഫ് ചെയ്യുന്ന 1000 അവിടെ വെച്ച് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, സോ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് രണ്ട് സൈഡിലും വന്നു. ട്രയൽ ബാലൻസിൽ തന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ നോൺ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റും ചെയ്തു. ഓക്കെ, ഇനി ചില കേസിൽ നമ്മൾ ഈ പ്രിലിമിനറി എക്സ്പെൻസിന് കറണ്ട് അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോൺ കറണ്ട് അസറ്റിൽ എഴുതുന്നതിന് പകരം നോൺ കറണ്ട് അസറ്റിനകത്ത് അതർ കറണ്ട് അസറ്റ്സിലാണ് നമ്മളിത് കാണിക്കുക. അതിന് പകരം നമ്മൾ കറണ്ട് അസറ്റ്സിലും എഴുതാറുണ്ട്. കറണ്ട് അസറ്റിൽ അതർ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡിലും എഴുതാറുണ്ട്. അതെപ്പോഴാന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന പീരീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മെൻഷൻ ചെയ്തിട്ട് മോർ ദാൻ 12 months ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ കറണ്ട് അസറ്റ് ആയിട്ടും, ലെസ് ദാൻ 12 months നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം അതറിലാണ് വരിക, അതർ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ അതർ നോൺ കറണ്ട് അസറ്റ്. ഇനി ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ യു ടേക്ക് ഇറ്റ് ആസ് നോൺ കറണ്ട് അസറ്റ്. ഓക്കെ ആണേ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് രണ്ടിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതിനകത്ത് ലോൺ ഉണ്ട്, വെറും ലോൺ അല്ല, ലോണിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിബഞ്ചറിൽ എന്താണോ പറഞ്ഞത് അതേ റൂള് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യു ഷുഡ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. P&L അക്കൗണ്ടിൽ ഫൈനാൻസ് കോസ്റ്റിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഫൈനാൻസ് കോസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഫുൾ 1 ഇയർലിയും ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കണം. ആ വർഷം പേ ചെയ്തതും പേ ചെയ്യാത്തതിനെ നമ്മൾ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുക. എന്നിട്ട് ഈ അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ എവിടെ കാണിക്കണം, നോൺ കറണ്ട് ലാബിലിറ്റിയിൽ നോൺ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ അതർ കറണ്ട് ലാബിലിറ്റീസ് എന്നുള്ള ഹെഡിനകത്ത് എഴുതണം. ഞാൻ പറഞ്ഞ തെറ്റിയതാണ്. കറണ്ട് ലാബിലിറ്റീസിനകത്ത് അതർ കറണ്ട് ലാബിലിറ്റീസിൽ നമ്മൾ എഴുതണം. ഓക്കെ, എൻ്റെ ക്ലാസ് കുറച്ച് മീൻസ് ഞാനൊന്നും സ്കിപ്പ് ചെയ്യലില്ല, പറയുമ്പോൾ ഞാൻ എല്ലാം പറയലുണ്ട്. അങ്ങനത്തെ വീഡിയോസ് കുട്ടികൾ ഇഷ്ടപ്പെടില്ല, ബിക്കോസ് കുട്ടികൾക്കെല്ലാം ഷോർട്ട് കട്ട്സ് ആണ് വേണ്ടത്. ബട്ട് എനിക്കിത് ഈ പ്രൊഫഷൻ കുറച്ച് വൃത്തിക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഐ ഓൾവേസ് ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ലിറ്റിൽ ബിറ്റ്, എന്താ പറയുക, വൈഡ് ആൻഡ് ക്ലിയർ. ഓക്കെ, എനിവേ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മളത് കഴിഞ്ഞു. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ബാഡ് ഡെറ്റ് ആണ്. ബാഡ് ഡെറ്റും പ്രൊവിഷൻസും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. അറിയാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുക. +2 +1 എന്നേ പഠിക്കുന്ന, അറിയുന്നവർ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കുറച്ച് മുന്നോട്ടേക്കാക്കി കാണാം. ബാഡ് ഡെറ്റ്. ഓക്കെ, ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ,
ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആര്, അവർ തരൂല എന്ന് നമുക്ക് ഉറപ്പായി, കിട്ടാക്കട എന്ന് പറയില്ലേ, അവരുടെ അടുത്ത് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല തരാനുള്ള പൈസ, അതിനെയാണ് നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് വിളിക്കുക. ബിസിനസ്സിൽ ക്വയറ്റ് കോമൺ ആണ് ബാഡ് ഡെറ്റ്, റൈറ്റ്? സോ ബാഡ് ഡെറ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് അസറ്റും അല്ല ലാബിലിറ്റിയും അല്ല. ലാബിലിറ്റി അല്ല, അസറ്റ് ആവില്ല നിങ്ങൾക്കറിയാം, ലാബിലിറ്റി അല്ല, ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ്. എക്സ്പെൻസിൻ്റെ റൂളാണ് നമ്മൾ ബാഡ് ഡെറ്റിന് യൂസ് ചെയ്യുക. ഓക്കെ ആണേ? ഓക്കെ. ഇനി ബാഡ് ഡെറ്റും ഇതേപോലെ തന്നെ 2 സ്ഥലത്ത് തരാം. 1 അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് തരാം, 2 ട്രയൽ ബാലൻസിനകത്ത് തരാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുവാണെങ്കിൽ 2 സൈഡിൽ വരണം എന്ന് പറഞ്ഞു. അതിൽ ഒരു സൈഡ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അതർ എക്സ്പെൻസിനകത്ത് നമ്മൾ എഴുതണം. ഓക്കെ. കൂടാണ്ട് ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ഡെറ്റേഴ്സ് എഴുതുമല്ലോ. കറണ്ട് അസറ്റിൽ ട്രേഡ് റിസീവബിൾസിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആരെ എഴുതുക? കറണ്ട് അസറ്റിൽ ട്രേഡ് റിസീവബിൾസിൻ്റെ അണ്ടറിൽ എഴുതുന്ന ഡെറ്ററിൽ നിന്ന് യു ഷുഡ് ഡിഡക്ട് ദിസ് എമൗണ്ട്. ഓക്കെ. നൗ ഇതിൻ്റെ എൻട്രി ഞാൻ എഴുതുമ്പം എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് ഓൾവേസ് എക്സ്പെൻസിൽ ഇൻക്രീസ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. സോ ബാഡ് ഡെറ്റ് എക്സ്പെൻസ്. ഡെറ്റർ അസറ്റ് ആണ്, ഡെറ്ററിൻ്റെ വാല്യൂ കുറയണമെങ്കിൽ ആ അസറ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ആ റൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. സോ എൻട്രി ഈസ് ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ടു ഡെറ്റേഴ്സ്. ഓക്കെ. സോ നിങ്ങൾക്കറിയാം ഈ എൻട്രി ഓൾറെഡി പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ വരുന്നത്. അപ്പോൾ എവിടെ എഫക്റ്റ് വന്നിട്ടുണ്ടാവും? ബാലൻസ് ഷീറ്റിൽ എഫക്റ്റ് വന്നിട്ടുണ്ടാവും അല്ലേ? ഡെറ്ററിന് ലെസ് ആയിട്ടുണ്ട്. അപ്പോൾ എവിടെ എഫക്റ്റ് വന്നിട്ടില്ല? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഫക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഫക്റ്റ് വന്നിട്ടില്ല. സോ നമ്മൾ അവിടെ വേണം എഴുതാൻ. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ക്വസ്റ്റ്യനിൽ. ഫർദർ ബാഡ് ഡെറ്റ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് മാത്രമാണ് കാണാം. ഫർദർ ബാഡ് ഡെറ്റ്, ഈ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ഇതും സെയിം. ഇവിടെ ഇതെന്താണോ ചെയ്തത് ഇതേ ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് ഇവിടെ. അപ്പോൾ ഇത് ട്രയൽ ബാലൻസിൽ ഒരിക്കലും വരുകയില്ല ഫർദർ ബാഡ് ഡെറ്റ്. സോ ദ സെയിം ട്രീറ്റ്മെൻറ്റ് യു ഷുഡ് ഫോളോ ഹിയർ ഓൾസോ. ഓക്കെ. ഇത് തന്നെയാണിത്. ബാഡ് ഡെറ്റ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുമ്പം ഫർദർ ബാഡ് ഡെറ്റ് എന്നാണ് പറയുക. സോ ഞാൻ ജസ്റ്റ് ആ വേർഡ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ക്ലാസ്സിൽ എല്ലാ രീതിയിലുള്ള കുട്ടികളും ഉണ്ടാവും അല്ലേ? അടുത്തത്. ഓക്കെ. നെക്സ്റ്റ് നമ്മളോടക്ക് ഇനി പഠിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ്. ഓക്കെ. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പം ബാഡ് ഡെറ്റ് എന്തായാലും ഉണ്ടാവും കമ്പനിക്ക് അല്ല. അപ്പോൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്നൊരു നഷ്ടം വരാണ്ടിരിക്കാൻ വേണ്ടി ഇയർലി പ്രോഫിറ്റിൽ നിന്ന് നമ്മളൊരു പാർട്ട് സെറ്റ് അസൈഡ് ചെയ്ത് വെക്കും. അതാണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഓക്കെ. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സും 2 രീതിയിൽ തരാം. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലും വരാം, ഒന്ന് ട്രയൽ ബാലൻസിലും വരാം. സോ ഫസ്റ്റ് ഞാൻ ട്രയൽ ബാലൻസിലാണ് പറയാൻ പോകുന്നത്. ട്രയൽ ബാലൻസിൽ തരുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓൾഡ് പ്രൊവിഷൻ, ഓക്കെ, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ എന്താണോ ഓപ്പണിംഗ്, റൈറ്റ്? സോ ഓപ്പണിംഗ് പ്രൊവിഷൻ അല്ലെങ്കിൽ ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും അത്. അത് നിങ്ങൾ അതർ എക്സ്പെൻസ് ലെസ് ചെയ്യണം. ഓക്കെ. ഓൾഡ് പ്രൊവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതർ എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം ഓൾഡ് പ്രൊവിഷൻ. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന പ്രൊവിഷൻ പുതിയ പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ വർഷത്തെ കറണ്ട് ഇയറിലെ പ്രൊവിഷൻ ആയിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന പ്രൊവിഷൻ ഈ വർഷത്തെ പുതിയ പ്രൊവിഷൻ ആയിരിക്കും. സോ ഈ പുതിയ പ്രൊവിഷൻ നിങ്ങൾ അതർ എക്സ്പെൻസിൽ കാണിക്കണം, അതായത് ആഡ് ചെയ്ത് കാണിക്കണം, അതർ എക്സ്പെൻസിൽ കാണിക്കണം. കൂടാണ്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെറ്റേഴ്സ് ഉണ്ടല്ലോ, ഡെറ്റേഴ്സ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഡെറ്റർ എവിടെ വരും? കറണ്ട് അസറ്റിൽ ട്രേഡ് റിസീവബിൾസിൽ വരുന്ന ഡെറ്ററിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഇല്ലേ, ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നു എന്ന് പറഞ്ഞ സംഭവം, ഇത് നമുക്ക് ചിലപ്പം പേഴ്സൻറ്റേജിലാണ് തരിക. ഇത് 10% എന്നൊക്കെ പറഞ്ഞാൽ തരിക. ഓക്കെ. നമുക്കറിയാം ഡെറ്ററിൻ്റെ മുകളിലാണ് കാണേണ്ടത്. ഈ ഡെറ്ററിൻ്റെ മുകളിൽ കാണുമ്പം നമ്മൾ ഡെറ്ററിന് ഇവിടെ എഴുതാം. എൻ്റെ ഡെറ്ററിൻ്റെ എമൗണ്ട് 10,000 ആണെങ്കിൽ 10,000 എഴുതാം.
എന്നിട്ട് നമ്മൾ മുകളിൽ നമ്മൾ ഫർദർ ബാഡ് ഡെറ്റ് എന്നുള്ളൊരു സംഭവം പറഞ്ഞല്ലോ. ഈ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ ഫർദർ ബാഡ് ഡെറ്റ് ലെസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഫർദർ ബാഡ് ഡെറ്റ് 500 ആണെങ്കിൽ ആ ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ വേണം ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഈ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഫർദർ ബാഡ് ഡെറ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതും കൂടെ ഓർമ്മിക്കാം. നൗ കം ടു നെക്സ്റ്റ് തിങ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് സെയിം തന്നെ. ഇതും നമുക്ക് ഇവിടെയാണ് തരിക, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് തരുന്ന ഐറ്റമാണ്. സെയിം ട്രീറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് ഡെറ്ററിന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം, ഡെറ്ററിന് ഡിഡക്റ്റ് ചെയ്യണം. കൂടാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ അതർ എക്സ്പെൻസിൽ കാണിക്കുകയും വേണം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇതും പെർസെൻറ്റേജിൽ തരുവാണെങ്കിൽ ആദ്യം ഡെറ്റർ എഴുതുക, അതിൽ ബാഡ് ഡെറ്റ് ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പം ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ന്യൂ പ്രൊവിഷൻ, ഈ ന്യൂ പ്രൊവിഷനും കൂടെ ഇപ്പം ന്യൂ പ്രൊവിഷൻ നമുക്ക് 1000 കിട്ടിയതെങ്കിൽ ഈ 1000 കൂടെ ലെസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മുകളിൽ വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണാൻ. ഓക്കെ, അത് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, 8500 ഒരു പൂജ്യം കൂടി ഓക്കെ ആണ്. ഓക്കെ, ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഇനി ഞാൻ നിങ്ങൾക്കിപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ എഴുതി കാണിച്ചു തരാം. നമ്മൾ ആദ്യം ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെറ്റ് എഴുതുന്നു. ബാഡ് ഡെറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ പുതിയ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതുന്നു. ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ ലെസ് ചെയ്യാണ് വേണ്ടത് അതർ എക്സ്പെൻസിൽ. പിന്നെയോ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റർ ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അത് ഇവിടെയാണ് എഴുതേണ്ടത്. ഓക്കെ, ദിസ് ഈസ് യുവർ. പിന്നെയോ ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബാഡ് ഡെറ്റിൻ്റെ. ഇനി വേറൊരാളുണ്ട് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. ഇതെപ്പോഴും ട്രയൽ ബാലൻസിൽ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ഓൾറെഡി നോട്ട് റിട്ടേൺ ഓഫ്, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ആണ് നമ്മളിപ്പോൾ പഠിച്ച ഈ ബാഡ് ഡെറ്റ്. ഓക്കെ, ദിസ് ഇസ് ബാഡ് ഡെറ്റ് റിക്കവേർഡ്. നമുക്ക് ഈ ബാഡ് ഡെറ്റ് തിരിച്ചു കിട്ടി, ബാഡ് ഡെറ്റ് റിക്കവേർഡ്. ഈ റിക്കവർ ചെയ്യുമ്പം എന്താ എഴുതേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഇത് ട്രയൽ ബാലൻസിലാണ് ഉണ്ടാവുക. ഇത് നമ്മൾ അതർ ഇൻകത്തിൽ കാണിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മളിത് അതർ ഇൻകത്തിനകത്ത് കാണിക്കണം. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഇത് നമ്മൾ ഒരു ഇൻകം ആണ് അല്ലെങ്കിൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണ്. സോ ഏകദേശം പ്രൊവിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പറയാം 2 അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്, ഇനിയും ഉണ്ട്. ബട്ട് അത് നമ്മൾ ടാക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ വീഡിയോയിൽ ഇനി എന്തെങ്കിലും ഒഴിവായി പോയിട്ട് ആ വീഡിയോക്കകത്ത് പറയും. അഡ്വാൻസ് ടാക്സ് ആണ് ട്രയൽ ബാലൻസിനകത്താണ് ഉണ്ടാവുക. സോ നമ്മളത് കറണ്ട് അസറ്റിൽ ലോൺസ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട് അല്ലേ. കറണ്ട് അസറ്റിൻ്റെ ഹെഡ്സ് എടുത്ത് നോക്കുക, അതിനകത്ത് ലോൺസ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട്, അവിടെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ അതർ ഫൈനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടല്ലോ അതിനകത്തും എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാം. ഇതിലെവിടെ വേണമെങ്കിലും എഴുതാം. ഇവിടെ എഴുതണമെന്ന തിയറിയിലും എനിക്ക് തോന്നുന്നു പ്രോബ്ലം പാർട്ടിലൊക്കെ അതർ ഫൈനാൻഷ്യൽ അസറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോളോ ചെയ്യാം. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ആണ്. ട്രയൽ ബാലൻസിനകത്ത് തന്നാൽ നിങ്ങൾ അതത് അസറ്റിൽ നിന്ന് നിങ്ങളിത് ലെസ് ചെയ്യണം. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പ്രൊവിഷനാണ് തന്നെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ. ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അസറ്റ് അക്കൗണ്ട് ഒക്കെ വരഞ്ഞിട്ട് കുറേ പറയാനുണ്ട്. സോ ഞാനിപ്പം അതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് വൺ ട്രയൽ ബാലൻസ് തന്നാൽ അതത് അസറ്റിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, now moving on to our problem your example number 5 എല്ലാവരും എടുത്തോളൂ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക.